നമുക്കൊരു പ്ലെയിനിൽ പെടാത്ത ഒരു പോയിന്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ ആ പോയിന്റിൽ നിന്ന് പ്ലെയിനിലേക്കുള്ള പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാനുള്ള ഫോമുലയാണ് ഈ തന്നിരിക്കുന്നത്. ഡി ഈസ് ഈക്വൽ ടു മോഡുലസ് ഓഫ് എ എക്സ് നോട്ട് പ്ലസ് ബി വൈ നോട്ട് പ്ലസ് സി ഇസഡ് നോട്ട് പ്ലസ് ഡി ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ പ്ലസ് സി സ്ക്വയർ. പി നോട്ട് എന്ന് പറയുന്ന പി നോട്ട് ഈക്വൽ ടു എക്സ് നോട്ട് വൈ നോട്ട് ഇസഡ് നോട്ടാണ് നമ്മുടെ പോയിന്റ്. എ എക്സ് പ്ലസ് ബി വൈ പ്ലസ് സി ഇസഡ് പ്ലസ് ഡി ആണ് നമ്മുടെ പ്ലെയിന്. അപ്പോൾ ഇത് ഉപയോഗിച്ചിട്ടുള്ള കുറച്ച് പ്രോബ്ലംസാണ് നമ്മൾ ഇനി ചെയ്യാൻ പോകുന്നത്. First, find the distance d between the point 1, -4, -3 and the plane 2x minus 3y plus 6z equal to -1. ജസ്റ്റ് ഇപ്പോൾ നമുക്ക് പോയിൻറ്റും ക്ലിയർ ആയിട്ട് തന്നിട്ടുണ്ട്, നമ്മുടെ പ്ലെയിനും ക്ലിയർ ആയിട്ട് തന്നിട്ടുണ്ട്. അപ്പോൾ എക്സ് നോട്ട് വൈ നോട്ട് ഇസഡ് നോട്ട് എന്ന് പറഞ്ഞ് നമുക്ക് തന്നിരിക്കുന്നത് 1, -4, -3 ആണ്. പിന്നെ എ എക്സ് പ്ലസ് ബി വൈ പ്ലസ് സി ഇസഡ് പ്ലസ് ഡി ഈക്വൽ ടു 0 എന്ന് പറഞ്ഞ് നമുക്ക് കിട്ടിയിരിക്കുന്നത് 2x മൈനസ് 3y പ്ലസ് 6z മൈനസ് +1 ഈക്വൽ ടു 0 ആണ്. അപ്പോൾ അവിടുന്ന് എ ബി സി ഡി ഒക്കെ നമുക്ക് നേരിട്ട് കണ്ടുപിടിക്കാം. എക്സ് നോട്ട് വൈ നോട്ട് ഇസഡ് നോട്ട് നേരിട്ട് കിട്ടും. ജസ്റ്റ് നമ്മുടെ ഇക്വേഷനിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഡിസ്റ്റൻസ് കിട്ടും. ഇതിനകത്ത് കൂടുതൽ കൺഫ്യൂഷന് കാര്യമൊന്നും ഇല്ലാത്തതുകൊണ്ട് നിങ്ങളൊന്ന് ചെയ്ത് നോക്കിയാൽ മാത്രം മതി. അടുത്ത പ്രോബ്ലം എന്ന് പറഞ്ഞാൽ നമുക്ക് 2 പ്ലെയിൻസാണ് ഇവിടെ തന്നിരിക്കുന്നത്. 2 പ്ലെയിൻസ് എക്സ് പ്ലസ് 2y മൈനസ് 2z ഈക്വൽ ടു 3യും 2x പ്ലസ് 4y മൈനസ് 4z ഈക്വൽ ടു 7ഉം. ഈ 2 പ്ലെയിൻസ് തന്നിട്ടുണ്ട്. ഇതിൻ്റെ ഇടയിലുള്ള ഡിസ്റ്റൻസ് ഫസ്റ്റ് പ്ലെയിനിൽ നിന്ന് സെക്കൻഡ് പ്ലെയിനിലേക്കുള്ള ഡിസ്റ്റൻസാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഇവിടെ ഈ പ്ലെയിൻസ് തമ്മിലുള്ള ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാൻ പറയാൻ കാരണം ഈ 2 പ്ലെയിൻസിൻ്റെ നോർമൽസ് എടുക്കുക. നോർമൽസ് എടുത്താൽ ദേ ആർ പാരലൽ വെക്ടേഴ്സ്. അങ്ങനെയാണ്, അതായത് ഈ 2 പ്ലെയിൻസും പാരലൽ. നോർമൽസ് പാരലൽ ആണെന്ന് പറഞ്ഞാൽ നോർമൽസിൻ്റെ ഇടയിലുള്ള ആംഗിള് 0 ഡിഗ്രി ആണെന്ന് അർത്ഥം അല്ലേ. പാരലൽ എന്ന് പറയുമ്പോൾ നമ്മൾ 180 ഡിഗ്രിന്നോ 0 ഡിഗ്രിന്നോ എന്ത് വേണമെങ്കിലും പറയാം. അപ്പോൾ എന്തായാലും പാരലൽ വെക്ടേഴ്സാണ് നോർമൽസ്. അങ്ങനെയാണെങ്കിൽ ഈ പ്ലെയിൻസും പാരലൽ ആയിരിക്കും. പ്ലെയിൻസ് പാരലൽ ആയതുകൊണ്ട് അതിനിടയിലൊരു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ഉണ്ട്. 2 പാരലൽ പ്ലെയിൻസിൻ്റെ ഇടയിൽ നമുക്കൊരു ഡിസ്റ്റൻസ് പറയാൻ പറ്റുള്ളൂ. 2 സ്ലാൻഡിങ് പ്ലെയിൻസ് ആണെങ്കിൽ അത് എവിടെയെങ്കിലും വെച്ച് മീറ്റ് ചെയ്യും. അപ്പോൾ അതിൻ്റെ ഇടയിലുള്ള ഡിസ്റ്റൻസ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നതിനകത്ത് അർത്ഥമില്ല. അപ്പോൾ 2 പാരലൽ പ്ലെയിൻസാണ് ഇവിടെ തന്നിരിക്കുന്നത്. അതിനിടയിലുള്ള ഡിസ്റ്റൻസാണ് നമുക്ക് വേണ്ടത്. നമുക്ക് ഒരു പ്ലെയിനിൽ നിന്ന് ഒരു പോയിന്റിലേക്കുള്ള ഡിസ്റ്റൻസ് നമുക്ക് കണ്ടുപിടിക്കാൻ അറിയുള്ളായിരുന്നു. അപ്പോൾ ഇവിടെ നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ ഇതിൽ ഏതെങ്കിലും ഒരു പ്ലെയിനിലെ ഒരു പെർട്ടിക്കുലർ പോയിന്റ് നമ്മൾ കണ്ടുപിടിക്കുന്നു. ആ പോയിന്റിൽ നിന്ന് അടുത്ത പ്ലെയിനിലേക്കുള്ള ഡിസ്റ്റൻസും കണ്ടുപിടിക്കുന്നു. അപ്പോൾ നമുക്ക് ഇപ്പം നമ്മൾ കണ്ടുപിടിച്ച ഡിസ്റ്റൻസിൻ്റെ ഫോർമുല ഉപയോഗിച്ച് ആ ഡിസ്റ്റൻസ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. അത്രയേ ഉള്ളൂ ഇവിടെ ചെയ്യാനായിട്ട്. അപ്പം ഇതിലേതെങ്കിലും ഒരു പ്ലെയിനിലെ പോയിൻ്റാണ് നമ്മൾ ആദ്യം കണ്ടുപിടിക്കാൻ പോകുന്നത്. പ്ലെയിനിലെ പോയിൻ്റ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഈ പ്ലെയിന് എക്സ് ആക്സിസിനെ മീറ്റ് ചെയ്യുന്നു എന്ന് നമ്മൾ അസ്യൂം ചെയ്യുന്നു. അപ്പം എക്സ് ആക്സിസിനെ മീറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ y ഈക്വൽ ടു z ഈക്വൽ ടു 0 കൊടുക്കുമ്പോൾ എക്സിനൊരു വാല്യൂ കിട്ടിയാൽ എക്സ് ആക്സിസിനെ മീറ്റ് ചെയ്യുന്നു എന്ന് അർത്ഥം. അപ്പം ഏത് പ്ലെയിൻ ആണെങ്കിലും ഇങ്ങനെ പ്ലെയിന് പാരലായിട്ട് കിടക്കുന്നതുകൊണ്ട് ഏതെങ്കിലും ഒരു ആക്സിസിനെ മീറ്റ് ചെയ്യുമല്ലോ. അപ്പോൾ നമ്മൾ എക്സ് ആക്സിസിനെ മീറ്റ് ചെയ്യുന്നോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് y ഈക്വൽ ടു z ഈക്വൽ ടു 0 കൊടുക്കുമ്പോൾ എക്സിനൊരു ആ ഇക്വേഷനെ സാറ്റിസ്ഫൈ ചെയ്ത് എക്സിനൊരു വാല്യൂ കിട്ടുമല്ലോ. ആ പോയിൻ്റ് നമ്മുടെ ഫസ്റ്റ് പ്ലെയിനിലെ പോയിൻ്റാണ്. അപ്പോൾ ആ പോയിൻ്റ് ഫസ്റ്റ് പ്ലെയിനിലെ പോയിൻ്റ് ആയതുകൊണ്ട് ഇനി നമ്മൾ ഡിസ്റ്റൻസ് എടുക്കുമ്പോൾ സെക്കൻഡ് പ്ലെയിനുമായിട്ടുള്ള ഡിസ്റ്റൻസ് എടുക്കണം. അപ്പോൾ പോയിൻ്റായിട്ട്, അതായത് എക്സ് നോട്ട് വൈ നോട്ട് ഇസഡ് നോട്ടായിട്ട് നമ്മൾ 300 സെറ്റ് ചെയ്യുന്നു. അടുത്ത പ്ലെയിനായിട്ട് 2x പ്ലസ് 4y മൈനസ് 4z ഈക്വൽ ടു ചെയ്യുന്നു. എന്നിട്ട് നേരത്തെ കണ്ട പോലെ അതേ പ്രോബ്ലത്തിൽ അതേ ഫോർമുലയിൽ വാല്യൂസ് ഇട്ട് കൊടുക്കുമ്പോൾ നമുക്ക് ഡിസ്റ്റൻസ് 1/6 എന്ന് കിട്ടും. മനസ്സിലായോ? അപ്പോൾ നമ്മളിവിടെ ചെയ്ത എന്താ, 2 പാരലൽ പ്ലെയിൻസ് ഉണ്ടായിരുന്നു. ആ പാരലൽ പ്ലെയിൻസിൽ ഒരു പ്ലെയിനിലെ പോയിന്റ് കണ്ടുപിടിച്ചു. പോയിന്റ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് അതിലുള്ള ഏതെങ്കിലും ഒരു പോയിന്റ് മതി. അപ്പോൾ നമ്മൾ y ഈക്വൽ ടു z ഈക്വൽ ടു 0 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ അതിലെ ഒരു പോയിന്റ് നമുക്ക് എടുക്കാൻ പറ്റും. അപ്പോൾ ഇതിന് പകരം നമുക്ക് x ഈക്വൽ ടു y ഈക്വൽ ടു 0 കൊടുത്തിട്ട് z പ്ലെയിനുമായിട്ട് മീറ്റ് ചെയ്യുന്നുണ്ടോ നോക്കി അതിൻ്റെ ഒരു പോയിന്റ് വേണമെങ്കിൽ നമുക്ക് എടുക്കാം. അതിനൊന്നും ഒരു പ്രശ്നമല്ല. നമുക്ക് ആ പ്ലെയിനിൻ്റെ ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന ഒരു പോയിന്റ് നമുക്ക് വേണം, അത്രയേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ നമ്മൾ പ്ലെയിനിലെ ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന ഒരു പോയിന്റ് നമ്മൾ 300 എന്ന് കിട്ടി. ആ പോയിന്റിൽ നിന്ന് അടുത്ത പ്ലെയിനിലേക്കുള്ള ഡിസ്റ്റൻസ് ഫോർമുല വെച്ചിട്ട് കണ്ടുപിടിച്ചു.
ഇനി നമുക്ക് 2 ലൈൻസ് തന്നിട്ടുണ്ട്. ഈ 2 ലൈൻസ് സ്ക്യൂ ലൈൻസ് ആണ്. നമുക്ക് 3 സ്പേസിൽ മാത്രമുള്ളൊരു കാറ്റഗറിയാണ് സ്ക്യൂ ലൈൻസ്. സ്ക്യൂ ലൈൻസ് നിങ്ങൾ കേട്ടിട്ടുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. സ്ക്യൂ ലൈൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3 സ്പേസിൽ പാരലൽ അല്ലാത്തതും എന്നാൽ ഇൻ്റർസെക്റ്റ് ചെയ്യാത്തതുമായ ലൈൻസാണ്. 2 സ്പേസിലായിരുന്നെങ്കിൽ പാരലൽ അല്ലാത്ത ലൈൻസ് എല്ലാം ഇൻ്റർസെക്റ്റ് ചെയ്യുമായിരുന്നു. പക്ഷേ 3 സ്പേസിൽ പാരലൽ അല്ലാത്ത ലൈൻസ് ഇൻ്റർസെക്റ്റ് ചെയ്യണമെന്ന് നിർബന്ധമില്ല. നിങ്ങൾ ഈ ഫിഗറിലേക്ക് നോക്കി L1ഉം L2ഉം കണ്ടോ? ദേ ആർ നോട്ട് പാരലൽ, ഓൾസോ ദേ വോണ്ട് ഇൻ്റർസെക്റ്റ്. അപ്പോൾ ഇങ്ങനെ 2 ലൈൻസ് തന്നിട്ടുണ്ടെങ്കിൽ അതിനിടയിലുള്ള ഡിസ്റ്റൻസ് ആണ് നമുക്കിവിടെ വേണ്ടത്. ഇതിന് നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ, ഒരു പെർട്ടിക്കുലർ ലൈൻ തന്നിട്ടുണ്ടെങ്കിൽ ആ ലൈനിനെ കണ്ടെയ്ൻ ചെയ്യുന്ന ഒരുപാട് പ്ലെയിൻസ് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുമെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ, L1നെ കണ്ടെയ്ൻ ചെയ്യുന്ന ഒരു പ്ലെയിൻ എടുത്തു, L2നെ കണ്ടെയ്ൻ ചെയ്യുന്ന പ്ലെയിനിന് പാരലലായ മറ്റൊരു പ്ലെയിനും കൺസിഡർ ചെയ്യും. അപ്പം P1 എന്ന് പറയുന്ന പ്ലെയിൻ L1നെ കണ്ടെയ്ൻ ചെയ്യുന്നു. അപ്പോൾ P1നെ ആദ്യം ഫിക്സ് ചെയ്തു. എന്നിട്ട് L2നെ കണ്ടെയ്ൻ ചെയ്യുന്ന P1ന് പാരലലായ P2 എന്ന് പറയുന്നൊരു പ്ലെയിനും കൂടി എടുത്തു. അപ്പോൾ P1ൻ്റെയും P2ൻ്റെയും ഇടയിലുള്ള ഡിസ്റ്റൻസ് ആണ് നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത്. P1ൻ്റെയും P2ൻ്റെ ഇടയിലുള്ള ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാനായിട്ട് ഒന്നുകിൽ P1ലെ ഒരു പോയിൻ്റ് വേണം, എന്നിട്ട് P2ൻ്റെ ഇക്വേഷനും വേണം, അല്ലെങ്കിൽ P2ലെ ഒരു പോയിൻ്റ് വേണം, P1ൻ്റെ ഇക്വേഷനും വേണം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഡിസ്റ്റൻസ് ഫോർമുല വെച്ചിട്ട് ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാം. അതിനാദ്യം നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ, L1 എന്ന് പറയുന്ന ലൈന് P1 എന്ന് പറയുന്ന പ്ലെയിനിലാണ്. അപ്പോൾ അതുകൊണ്ട് L1ലെ ഓരോ പോയിൻറ്റ്സും P1ലെ പോയിൻറ്റ്സാണ്. അപ്പോൾ നമ്മൾ L1 എന്ന് പറയുന്ന ലൈനിലെ ഒരു പോയിൻ്റ് കണ്ടുപിടിക്കാൻ പോവാം. L1 എന്ന് പറയുന്ന ലൈനിൻ്റെ പാരാമെട്രിക് ഇക്വേഷനാണ് തന്നിരിക്കുന്നത്. അപ്പോൾ Tയുടെ ഏത് വാല്യൂവിനും L1ൻ്റെ ഒരു പോയിൻ്റ് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ T = 0 എന്ന് നമ്മൾ സെറ്റ് ചെയ്ത എളുപ്പത്തിൽ നമുക്ക് L1ലെ ഒരു പോയിൻ്റ് കിട്ടും 1, 5, -1 എന്ന്. അങ്ങനെ Q1 എന്ന് പറയുന്ന 1, 5, -1 എന്ന് എടുത്തു. ഇനി നമുക്ക് വേണ്ടത് P2ൻ്റെ ഇക്വേഷനാണ്. P2ൻ്റെ ഇക്വേഷനും കൂടെ ഉണ്ടെങ്കിൽ 1, 5, -1 മുതൽ P2 വരെയുള്ള ഡിസ്റ്റൻസ് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ഇനി പ്ലെയിനിൻ്റെ ഇക്വേഷൻ വേണമെങ്കിൽ നമുക്ക് എന്താ വേണ്ടത്? പ്ലെയിനിലുള്ളൊരു പോയിൻറ്റും വേണം, പിന്നെ പ്ലെയിനിന് നോർമലായിട്ടുള്ള ഒരു വെക്ടറും വേണം. ഇത് രണ്ടും ഉണ്ടെങ്കിലേ നമുക്ക് പ്ലെയിനിലെ ഒരു ഇക്വേഷൻ കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അതിനുള്ള ശ്രമമാണ് ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത്. പ്ലെയിനിന് നോർമലായിട്ടുള്ള വെക്ടർ കണ്ടുപിടിക്കുന്നത് അവിടെ നിൽക്കട്ടെ. പ്ലെയിനിലെ ഒരു പോയിൻ്റ് ഇതേപോലെ L2ൽ T = 0 എന്ന് സെറ്റ് ചെയ്താൽ 2, 4, 5 എന്ന് കിട്ടും ഇല്ലേ? അതെന്ന് പറയുന്നത് L2ലെ ഒരു പോയിൻ്റാണ്. അത് P2ലെ പോയിൻ്റ് ആയിരിക്കും. അപ്പം നമുക്ക് P2ലെ ഒരു പോയിൻ്റ് കിട്ടി. ഇനി നമുക്ക് വേണ്ടത് P2ന് നോർമലായിട്ടുള്ള ഒരു വെക്ടർ മാത്രമാണ്. P1ഉം P2ഉം പാരലൽ ആയതുകൊണ്ട് P2ന് നോർമലായിട്ടുള്ളൊരു വെക്ടർ എന്ന് പറഞ്ഞാൽ P1നും നോർമലായിരിക്കും. അപ്പോൾ P1നും P2നും കൂടി നോർമലായിട്ടുള്ളൊരു വെക്ടറാണ് നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത്. അതിന് നമ്മൾ എന്താ ചെയ്യുന്നതെന്നറിയോ? L2 എന്ന് പറയുന്ന ലൈന് P2ന് പാരലലാണ്. അപ്പോൾ L2ന് പാരലലായിട്ടുള്ള ഒരു വെക്ടർ കണ്ടുപിടിക്കും. L2ന് പാരലലായിട്ടുള്ള ഒരു വെക്ടർ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ L2ൻ്റെ ഇക്വേഷനിൽ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അതേപോലെ L1ന് പാരലലായിട്ടുള്ള ഒരു വെക്ടറും കണ്ടുപിടിക്കും. അത് P1ന് പാരലലായിരിക്കും. അപ്പോൾ P1ന് പാരലലായ ഒരു വെക്ടർ U1ഉം P2ന് പാരലലായ ഒരു വെക്ടർ U2 നമ്മൾ എടുക്കും. ആ U1 എന്ന് പറയുന്നത് L1ന് പാരലലാണ്, U2 എന്ന് പറയുന്നത് L2ന് പാരലലാണ്. അത് നമ്മൾ ഇതിൻ്റെ രണ്ടിൻ്റെയും ഇക്വേഷൻസിൽ നിന്ന് കണ്ടുപിടിക്കും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് U1 നമ്മൾ എടുക്കാൻ പോകുന്നത് L1ൻ്റെ ഇക്വേഷനിൽ നിന്നാണ്. L1ൻ്റെ ഇക്വേഷനിൽ നിന്ന് എങ്ങനെയാണ് U1 എടുക്കുന്നതെന്ന് നോക്കാം. നമുക്ക് L1ൻ്റെ ഇക്വേഷനിൽ Tയുടെ കോഎഫിഷ്യൻസ് എടുത്താൽ നമുക്ക് U1 എന്ന് പറയുന്ന വെക്ടർ കിട്ടും. നമ്മൾ ഇക്വേഷൻ ഓഫ് ലൈൻസ് പഠിച്ചിട്ടുണ്ട്. അപ്പോൾ 4, -4, 5 എന്നുള്ള വാല്യൂസ് എടുത്തു കഴിയുമ്പോൾ നമുക്ക് U1 എന്ന് പറയുന്ന വെക്ടർ കിട്ടും. അതേപോലെ L2ൻ്റെ ഇക്വേഷനിൽ നിന്ന് Tയുടെ കോഎഫിഷ്യൻസ് 8, -3, 1 എന്നുള്ളത് എടുക്കുമ്പോൾ നമുക്ക് U2 എന്ന് പറയുന്ന വെക്ടർ കിട്ടും. U1ഉം U2ഉം എന്ന് പറയുന്ന രണ്ട് വെക്ടേഴ്സ് എന്ന് പറയുന്നത് നമ്മുടെ L1നും L2നും പാരലലായിട്ടുള്ള വെക്ടേഴ്സ്, അതായത് പ്ലെയിൻസിന് പാരലലായിട്ടുള്ള വെക്ടറാണ്. U1 ക്രോസ് U2 എടുത്താൽ U1നും പെർപെൻഡിക്കുലറാണ്, U2നും പെർപെൻഡിക്കുലറാണ്. അതായത് L1നും പെർപെൻഡിക്കുലറാണ്, L2നും പെർപെൻഡിക്കുലറാണ്. അതായത് P1നും പെർപെൻഡിക്കുലറാണ്, P2നും പെർപെൻഡിക്കുലറാണ്. അങ്ങനെ നമ്മൾ U1 ക്രോസ് U2 എടുക്കും. അതിനെയാണ് നോർമൽ ടു P1 ആയിട്ടുള്ള വെക്ടറായിട്ട് കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ U1 ക്രോസ് U2 എടുക്കുമ്പോൾ നമുക്ക് ഈ വാല്യൂ കിട്ടും. ചെയ്ത് നോക്കണേ. അപ്പോൾ നമുക്ക് P2ലുള്ള പോയിൻറ്റും കിട്ടി,
P2-ന് പെർപെൻഡിക്കുലറായ വെക്ടറും കിട്ടി. ഇനി ഈ രണ്ട് വാല്യൂസ് ഉപയോഗിച്ച് P2-ൻ്റെ ഇക്വേഷൻ നമുക്ക് എഴുതാം. P2-ൻ്റെ ഇക്വേഷൻ നമുക്ക് എഴുതുമ്പോൾ നമുക്ക് കിട്ടുന്നത് ഇതാ ഇങ്ങനെയാണ്. P2-ൻ്റെ ഇക്വേഷൻ എഴുതാൻ നിങ്ങൾക്ക് അറിയാമല്ലോ. A ഇൻറ്റു എക്സ് മൈനസ് എക്സ് നോട്ട് പ്ലസ് ബി ഇൻറ്റു വൈ മൈനസ് വൈ നോട്ട് പ്ലസ് സി ഇൻറ്റു ഇസഡ് മൈനസ് ഇസഡ് നോട്ട്. നമ്മൾ നേരത്തെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് ഉപയോഗിച്ചിട്ട് നമ്മൾ ഈ വെക്ടറും P2-ൻ്റെ ഇക്വേഷനും കിട്ടി. P2-ൻ്റെ ഇക്വേഷനും P2-ലെ ഒരു പോയിൻറ്റും കിട്ടിയിട്ടുണ്ടെങ്കിൽ P1-ലെ ഒരു പോയിൻറ്റും വെച്ചിട്ട് P1-ലെ പോയിൻറ്റും എടുക്കുക, P2-ൻ്റെ ഇക്വേഷനും എടുക്കുക. അത് വെച്ചിട്ട് നമുക്ക് ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാൻ പറ്റും. ഡിസ്റ്റൻസിൻ്റെ ഫോർമുലയിലേക്ക് ഇട്ട് കൊടുത്താൽ മതി.